ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എലാഡൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ 3 ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 4 ഏലക്കായ് കുത്തിയത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ശർക്കരയെല്ലാം ഒന്ന് അരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റുക. കാരണം ഇതിലെന്തെങ്കിലും കല്ലോ പൊടിയോ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തത് ഒന്നുകൂടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾ ചേർക്കലില്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കണം. അതുപോലെ തന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇത്ര എടുത്തതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ശർക്കരൻ്റെതും തേങ്ങൻ്റെ എല്ലാം അളവ് കൂട്ടിയും കുറച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മളെ പണ്ട് ഇവിടെ റെഡിയായി. ഇനി അതുപോലെ തന്നെ വാഴ ഇല കഷ്ണങ്ങളാക്കിയിട്ട് നല്ലോണം കഴുകി തുടച്ച് വെച്ചതാണ്. അതിലേക്ക് 1/2 kg വെളിച്ചെണ്ണയും മിക്സാക്കിയതൊന്ന് ഇലയിൽ പരട്ടി കൊടുക്കുക. എന്നിട്ട് ഓരോരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാവിങ്ങനെ പരത്തി കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നേർമയിൽ പരത്തി കൊടുക്കുക. തടിങ്ങനാക്കിയൊരു രസം ഉണ്ടാവില്ല, മാവ് കടിക്കും. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓരോരു സ്പൂണ് പണ്ടവും വെച്ച് കൊടുക്കുക. ഇത് നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ സാധാരണ പത്തിരിക്കും അരിപ്പത്തിലിനെല്ലാം എടുക്കുന്ന അതേ മാവാണ് വീട്ടിൽ പൊടിച്ചത്. അതേ പൊടിയാണ്. അത് നന്നായിട്ട് ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുഴച്ചെടുത്തതെന്ന് മാത്രം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് സോഫ്റ്റായിട്ട് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് പണ്ടം വെച്ച് കൊടുക്കുക. 1 സ്പൂണ് മതിയാവും. എന്നിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക. അങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 4-5 എണ്ണം ഒപ്പരം ഒരു ആവിപ്പാത്രത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കലാണ്. ഇങ്ങനെ ആവി കയറ്റിയിട്ടൊന്ന് എടുക്കുക. അങ്ങനെ ആദ്യത്തേതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത്. അങ്ങനെ എല്ലാം ഒന്നാക്കിയെടുക്കുക. നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചാണ്ട് ആകൂ. ഇതാ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രമാത്രം സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കുമെന്ന്. നല്ല ചൂട് ചായൻ്റെ ഒപ്പരം ഈ മഴ സമയത്തെല്ലാം നല്ല കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരിലടയാണ്. നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.